ദേവിക പൊന്നാരൻ തോട്ടത്തെ ആരാന്നാ നിന്റെ വിചാരം? അവൾ അവിടുത്തെ ആരും അല്ലടാ. സകല അഭിമാനവും നഷ്ടപ്പെട്ട് ഒരു അടിമയെ പോലെയാ അവൾ അവിടെ കഴിയുന്നെ. നിനക്ക് ജോലി തരാനുള്ള അധികാരങ്ങളൊന്നും അവക്ക് അവിടെ ഇല്ലടാ. ഓഹോ, അതുകൊണ്ടാണല്ലോ എനിക്കിപ്പോ ജോലി കിട്ടിയത്. അപ്പോ അവക്കവിടെ അധികാരം ഉണ്ടെന്നാണോ നീ പറയുന്നത്? ഇല്ലെങ്കിൽ ദേവിക ശുപാർശ ചെയ്യുമ്പോ എനിക്ക് അവിടെ ജോലി കിട്ടില്ലല്ലോ. അനീഷേ, എന്താടാ ഇത്? എന്തിനാ നിങ്ങൾ തമ്മിൽ തർക്കിക്കുന്നത്? ഈ തർക്കത്തിലൊന്നും ഒരർത്ഥവുമില്ല. എന്തായാലും തനിക്ക് ജോലി കിട്ടിയല്ലോ, അത് നന്നായി. അനീഷേ, എന്തായാലും കിട്ടിയ ജോലി നഷ്ടപ്പെടാതെ പൊന്നുപോലെ നീ കാത്തു സൂക്ഷിക്കണം. പഴയ തട്ടിപ്പ് പരിപാടികളൊക്കെ നിർത്തി നല്ല രീതിയിൽ നീ നിന്റെ ജോലി നിർവഹിക്കണം. അതിലൊരു ഉത്തരവാദിത്വ കുറവും വീഴ്ചയും വരുത്തരുത്. ഇല്ല മുത്തശ്ശ, ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് ഞാൻ വരുത്തില്ല മുത്തശ്ശ. അതാണ് വേണ്ടത്. നീ പഴയ പ്രവൃത്തികൾ ആവർത്തിച്ചാല് ദേവിയുടെ അഭിമാനമായിരിക്കും നഷ്ടപ്പെടുന്നത്. പകരം നീ ഭംഗിയായി ജോലി ചെയ്താല് അതിന്റെ അഭിമാനം ദേവിക്കുണ്ടാവും. ഞാൻ കാരണം ഇനി ഒരിക്കലും ദേവിക്കോ ഈ കുടുംബത്തിനോ ഒരു അഭിമാനക്കുറവ് ഉണ്ടാവില്ല മുത്തശ്ശ. നല്ലത്. പിന്നെ നീ നിന്റെ ചീട്ടുകളെയും ചൂതാട്ടവും എല്ലാം നിർത്തിക്കൊള്ളണം. നിർത്തി മുത്തശ്ശ, അതൊക്കെ ഞാൻ എന്നേ നിർത്തി. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല, അത് ഓർമ്മ വേണം. മാത്രമല്ല, ഇനി നീ കുടുംബത്തിന് ചീത്തപ്പേര് കേൾപ്പിക്കാൻ ഒരുങ്ങിയ നിന്നെ ഇവിടുന്ന്, ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും. വേണ്ട വേണ്ട വേണ്ട, ഇനി നീ ഒന്നും മിണ്ടണ്ട. നീ വളം വെച്ചു കൊടുത്തതുകൊണ്ടാ ഇവൻ ഇങ്ങനെ ആയിപ്പോയത്. ഇനിയെങ്കിലും അവൻ രക്ഷപ്പെടട്ടെ. മുത്തശ്ശ, അനീഷേട്ടൻ പഴയതുപോലെ ഇനി തെറ്റ് കാണിച്ച മുത്തശ്ശന് ഇഷ്ടമുള്ള ശിക്ഷ അനീഷേട്ടന് കൊടുത്തോളൂ. അല്ലാതെ വേറെ രക്ഷയില്ലല്ലോ. ദേവികേ, എന്താ ഇത്? തുണികൾ അലക്കാൻ. നീ വലിയ കാര്യത്തിന് വെല്ലുവിളി ഏറ്റെടുത്തല്ലേ? ആ സ്ഥിതിക്ക് ഈ തുണികളൊക്കെ നീ നിന്റെ കൈകൊണ്ട് തന്നെ വൃത്തിയാക്കണം. ഇല്ലെങ്കിലേ വെല്ലുവിളി സ്വീകരിച്ചത് വാഷിംഗ് മെഷീൻ ആയിരിക്കും. എന്താ പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ് ഏൽപ്പിക്കുന്ന എല്ലാ ജോലികളും നീ സ്വയം തന്നെ ചെയ്തോണം. പുറത്ത് അലക്കുകല്ലുണ്ട്, അങ്ങോട്ട് ചെല്ലേ. അമ്മേ, അമ്മ എന്താ ഈ കാണിക്കുന്നേ? എന്തു പറ്റി? അമ്മ ഈ ചെയ്യുന്നതൊക്കെ തെറ്റാ. എന്തിനാ ദേവിക ഇങ്ങനെ ശിക്ഷിക്കുന്നേ? അത് നിനക്കറിയാലോ, പിന്നെന്തിനാ ഈ ചോദ്യം? ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല. വെറുതെ അമ്മ ദേവികയെ ശാരീരികമായിട്ടും മാനസികമായും പീഡിപ്പിക്കുക. മാഡം വിഷമിക്കണ്ട. മാഡം കരുതുന്ന പോലെ എനിക്കിതിലൊരു പ്രയാസവും ഇല്ല. മുത്തശ്ശി ഇനി എന്ത് ശിക്ഷ വിധിച്ചാലും ഞാനത് നേരിട്ടോളാം. എന്റെ നിരപരാധിത്വം മുത്തശ്ശി ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഞാൻ തെളിയിച്ചോളാം. മോളെ, ചേച്ചി സങ്കടപ്പെടണ്ട. എന്റെ സഹായത്തിന് ഞാൻ ചേച്ചിയോടൊപ്പം ഉണ്ടാവും. പറയൂ ചേച്ചി, ഞാൻ എന്താ ചെയ്യണ്ടേ? ഗോപു, ഇതെനിക്കുള്ള പരീക്ഷണമാണ്. ഇതിലാരും എന്നെ സഹായിക്കാൻ പാടില്ല. എനിക്കാരുടെ ഒരു സഹായവും വേണ്ട. നിനക്കെന്നെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ നീ ചെയ്യേണ്ടത് എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതാ. ചേച്ചി, ഞാനിതെല്ലാം തനിയെ ചെയ്തോളാം. വെറുതെ വാചകം അടിച്ചു നിൽക്കാതെ പറഞ്ഞത് ചെയ്യ്. വേഗം ആവട്ടെ.
ചേച്ചി ചേച്ചി മോളെ അല്ല, ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ഇയാളാരാ? ഞങ്ങൾ ഇന്നും ഇന്നലെ അല്ല ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളെ ജോലിയെക്കുറിച്ച് താൻ ഞങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ചെയ്തത് തെറ്റായതുകൊണ്ടല്ലേ ഞാനത് നിങ്ങളോട് ചൂണ്ടിക്കാണിച്ചത്. ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് എക്സ്പീരിയൻസ് ആവുള്ളത്? ഇപ്പൊ ഒന്ന് കയറിയല്ലേ ഉള്ളൂ. ഇവിടുത്തെ സിസ്റ്റത്തിനെ കുറിച്ച് തനിക്ക് എന്തറിയാം? ഒരു ചുക്കും അറിയില്ല. നേരിട്ട് ജോലിയിൽ കയറി എന്ന അഹങ്കാരത്തിൽ ഞങ്ങളെക്കാളും പ്രവൃത്തി പരിചയമുണ്ടെന്ന് താൻ കരുതരുത്. അല്ല, ഇവിടെ ജോലിക്ക് കയറാൻ മാത്രം തനിക്ക് എന്ത് യോഗ്യതയുള്ളത്? ഇയാളുടെ സഹോദരി കൊച്ചുമുതലാളിയുടെ ഭാര്യയാണെന്ന യോഗ്യത മാത്രമല്ലേ ഉള്ളൂ. ദേ സൂക്ഷിച്ച് സംസാരിക്കണം, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? എന്താണോ? എന്താ ഇവിടെ എന്താ പ്രശ്നം? സർ, ഞങ്ങളിവിടെ മര്യാദയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ അനീഷ് കയറി വന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കുക. ഇന്നലെ വരെ ഞങ്ങൾ ജോലി ചെയ്തിരുന്ന രീതികളൊക്കെ ഇന്നു മുതൽ മാറ്റണമെന്ന്. ഞങ്ങൾക്കത് മാറ്റേണ്ട കാര്യമില്ല സാറേ. വർഷങ്ങളായി ഞങ്ങൾ അങ്ങനെയല്ലേ ഇവിടെ പണിയെടുക്കുന്നത്. ഇവിടുത്തെ രീതികളനുസരിച്ച് ജോലി ചെയ്യാൻ പറഞ്ഞപ്പോ ഇയാൾ അത് കേൾക്കുന്നില്ല. ഞങ്ങൾ ഈ പറയുന്നൊന്നും അഹങ്കാരമല്ല സർ, അനുഭവം വെച്ചാ. അല്ല അഭി, ഞാൻ പറയുന്നത്. അനീഷേട്ടൻ ഒന്നും പറയണ്ട. ഇവരൊക്കെ 5-6 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാ. ഇവര് പറയുന്നത് അനീഷേട്ടൻ കേൾക്കണം. അതനുസരിച്ച് പ്രവർത്തിക്കുക വേണ്ടത്, അല്ലാതെ കൂടുതൽ തർക്കിക്കല്ല. അഭി, മാത്രമല്ല ഇവരൊക്കെ ഇവിടുത്തെ തൊഴിലാളികളല്ല. ഇവരെയൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളായിട്ടാ കാണുന്നത്. ഇവരുടെയൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം കൊണ്ടാ നമ്മുടെ കമ്പനി ഇത്രയും ഉന്നതിയിലെത്തിയത്. അതുകൊണ്ട് ഇവരർഹിക്കുന്ന അംഗീകാരവും ബഹുമാനവും അനീഷേട്ടൻ ഇവർക്ക് കൊടുക്കണം. ഇവരുമായി സഹകരിച്ച് പ്രവർത്തിക്കണം. അല്ലഭി, ഞാൻ അനീഷേട്ടൻ നിങ്ങളോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. അയ്യോ, സാറ് മാപ്പ് ചോദിക്കാനോ? അതൊന്നും വേണ്ട. അതൊന്നും സാരമില്ല. അപ്പൊ തർക്കമെല്ലാം അവസാനിച്ചല്ലോ. ഇനി ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ എല്ലാവരും പോയി ജോലി ചെയ്തോ. ചേച്ചി എന്താ ചേച്ചി ഞാൻ ഈ കാണുന്നത്? രാവും പകലും ഇല്ലാതെ ഈ വീട്ടിലെ ജോലികൾ മുഴുവൻ ചെയ്ത് ചേച്ചിയുടെ കൈ തഴമ്പിച്ചല്ലോ. ചേച്ചിയുടെ കഷ്ടപ്പാടുകൾ കാണുമ്പോ എനിക്ക് സങ്കടം സഹിക്കുന്നില്ല. അതൊന്നും സാരില്ല ഗോപു. ചേച്ചി അങ്ങോട്ട് മാറിക്കേ. ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഞാൻ കഴുകിക്കോളാം. ഗോപു വേണ്ട, ഞാൻ പറഞ്ഞില്ലേ ഗോപു, ഇതെനിക്കുള്ള ശിക്ഷയാ. മറ്റാരുടെ സഹായം കൂടാതെ തന്നെ ഇതെല്ലാം ചെയ്തു തീർക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തതാ. ആ വാക്ക് എനിക്ക് നിറവേറ്റണം. അത് പാലിക്കാതിരുന്ന ഞാൻ പരാജയപ്പെട്ടു പോവും. പറ്റില്ല.
എനിക്ക് പരാജയം ഏറ്റുവാങ്ങാൻ സാധിക്കില്ല. ചേച്ചി, ചേച്ചിക്ക് ഇതെങ്ങനെ സാധിക്കുന്നു? ചേച്ചിയോട് തെറ്റ് ചെയ്യുന്നവരോട് ചേച്ചി എങ്ങനെ ക്ഷമിക്കുന്നു? എങ്ങനെ ഇത്രയ്ക്കധികം ആത്മാർത്ഥത ചേച്ചിക്ക് അവരോട് തിരികെ കാണിക്കാൻ സാധിക്കുന്നു? ആവശ്യമില്ലാത്ത വാശി എവിടെ നടക്കുന്നത്? എന്തിനാ ഈ വാശി? എല്ലാം നല്ലതിനു വേണ്ടിയാന്ന് കരുതണം മോളെ. ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ചേച്ചിയോട് കാണിക്കുന്ന ദ്രോഹം. ചേച്ചി ഇങ്ങനെ കഷ്ടത അനുഭവിക്കുമ്പോ ഞാൻ എങ്ങനെ എന്റെ പ്രയാസം സഹിച്ച് നോക്കി നിൽക്കും? ഒരു കാര്യം ചെയ്യാം, ഇനിയുള്ള ജോലികളൊക്കെ ഞാൻ ചെയ്തോളാം. ചേച്ചി എന്നെ തടയരുത്. അതൊന്നും വേണ്ട. നീ വെറുതെ നിർബന്ധം പിടിക്കേണ്ട ഗോപു. മലകെ, എന്താ കൂട്ടാ? മലകെ, എനിക്ക് വിശക്കണു. എനിക്കിതെല്ലാം കഴിക്കാൻ താ. കഴിക്കാൻ താ മലകെ. ഇതെന്താ ചെയ്താ? സിദ്ധുട്ടാ, എന്തിനാ ചേച്ചി ഉപദ്രവിക്കുന്നേ? എന്തിനാ വേദനിപ്പിച്ചെന്ന്? ഗോപു, നിങ്ങൾ ഒരൊറ്റ ആള് കാരണം ചേച്ചിക്ക് ഗതി വന്നത്. എന്റെ ചേച്ചിക്ക് ഇത്രയും കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നത്. ഗോപു വേണ്ട, മതി നിർത്ത്. നിങ്ങൾ എന്റെ ചേച്ചിയുടെ ജീവിതത്തിലേക്ക് വന്ന് കയറിയത് മുതല് ചേച്ചിക്ക് വേദനകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നരകവേദന. നിങ്ങൾക്ക് വേണ്ടി ചേച്ചി നല്ലത് മാത്രം ഇന്നേ വരെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ചേച്ചി ഇത്രയൊക്കെ നല്ലത് ചെയ്താലും ചേച്ചിക്ക് തിരികെ കിട്ടുന്നത് പീഡനങ്ങൾ മാത്രം. ആദ്യം മാനസികമായ പീഡനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് ശാരീരിക പീഡനമായി. അയ്യോ കുട്ടാ, 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 വേണ്ട വേണ്ട, കുട്ട കരയണ്ട. കുട്ടാ നോക്ക് നോക്ക് നോക്ക്. ഗോപു പറയുന്നിട്ട് കുട്ടൻ കരയുവാണോ? കുട്ട കരയണ്ട. സങ്കടായോ? സങ്കടപ്പെടണ്ട കേട്ടോ. ഗോപു, നീ എന്തിനാ കുട്ടനെ വഴക്ക് പറഞ്ഞേ? നിന്നോടല്ലേ ചോദിച്ചത് എന്തിനാ വഴക്ക് പറഞ്ഞതെന്ന്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ വെറുതെ കുട്ടനോട് ദേഷ്യപ്പെടരുത്. ഇതുപോലെയൊന്നും പെരുമാറരുത്. ഒന്നും അറിയാത്ത കുട്ടനോട് കലി തുള്ളിയിട്ട് എന്താ കാര്യം? ഒരു കാര്യവും ഇല്ല. ചേച്ചി ഞാൻ അങ്ങനെ. ഗോപു, നീ ഒന്നും പറയണ്ട. മുത്തശ്ശി നൽകിയ ശിക്ഷയ്ക്ക് കുട്ടനല്ല കുറ്റപ്പെടുത്തേണ്ടത്. കുട്ടൻ പാവാ. നീ ഈ മനുഷ്യന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക്. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ സാധാരണ ജീവിതം നയിച്ചിരുന്ന ഒരാളാ ഇപ്പൊ ഓർമ്മകൾ നഷ്ടപ്പെട്ട് ഒരു 10 വയസ്സുകാരനെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ആക്സിഡന്റ് സംഭവിക്കാതിരുന്നെങ്കിൽ കുട്ടൻ ഈ വിധി ഉണ്ടാവോ? ആ അപകടം ഒരു സ്വാഭാവിക അപകടം അല്ലെന്ന് കുട്ടൻ നിരന്തരം കാണുന്ന സ്വപ്നങ്ങളിൽ നിന്ന്, ആ സ്വപ്നങ്ങൾ കാണുമ്പോൾ കുട്ടൻ പറയുന്ന അവ്യക്തമായ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതൊരു ചതിയായിരുന്നു. ആ അപകടം കൊണ്ട് അത് അവസാനിച്ചിട്ടില്ല. കുട്ടനെ ലക്ഷ്യം വെച്ച ശത്രുക്കളുടെ ചതി പ്രവർത്തനങ്ങൾ ഇപ്പോഴും ഈ കുടുംബത്തിൽ നടക്കുന്നുണ്ട്. വ്യക്തമായിട്ടൊന്നും പറയാറായിട്ടില്ല ഗോപു. പക്ഷേ മറഞ്ഞിരുന്ന് ചതിപ്രയോഗങ്ങൾ നടത്തുന്നവരെ ഞാൻ വെറുതെ വിടില്ല. അവരെ ഞാൻ കണ്ടുപിടിക്കും. അത് അത്യാവശ്യം. കൂട്ടാ വാ. അനീഷേട്ടൻ എത്തിയോ? അനീഷേട്ടൻ വന്നിട്ട് എന്താ എന്നെ വിളിക്കാത്തെ?
എന്താ മുഖമൊക്കെ വാടിയിരിക്കുന്നല്ലോ, സുഖമില്ലേ? എന്താടാ നിനക്കെന്താ പറ്റിയേ? എടാ ചോദിച്ചത് കേട്ടില്ലേ? എന്ത് പറ്റിയെന്ന്? ഞാൻ ഇനി ആ കമ്പനിയിലേക്ക് പോകുന്നില്ല. കമ്പനിയിലേക്ക് പോകുന്നില്ലെന്നോ? ഇല്ല, പോകുന്നില്ല. പോകാതിരിക്കാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? ഞാൻ ഇനി അവിടെ പോകുന്നില്ല, അത്ര തന്നെ. എടാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നേ? പോകാതിരിക്കാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ, അതെന്താന്നാ ചോദിച്ചേ? അമ്മ ഈ കാരണം അറിയണോ? ആ, എന്നെ അവൻ നിങ്ങളുടെ മരുമകൻ അഭിഷേക് എല്ലാ തൊഴിലാളികളുടെ മുമ്പിൽ വെച്ച് എന്നെ അവൻ നാണം കെടുത്തി. എന്നോട് വളരെ മോശമായി പെരുമാറി. അഭിഷേക് നിന്നെ നാണം കെടുത്തിയെന്നോ? എന്തിന്? എന്താ അനീഷേട്ടാ, എന്താ ഉണ്ടായേ? ഞാനൊരു നല്ല കാര്യം ചെയ്തപ്പോ അവനത് ഇഷ്ടപ്പെട്ടില്ല. എടാ നീ എന്താ ചെയ്തേ? എന്റെ അമ്മ, അവിടെ കുറെ തൊഴിലാളികൾ സിസ്റ്റമാറ്റിക് അല്ലാതെ തെറ്റായ രീതിയിലാണ് ജോലി ചെയ്യുന്നേ. ഞാനത് കണ്ടുപിടിച്ച് അവന്മാരെ ശാസിച്ചു. ആ തൊഴിലാളികൾക്ക് അത് ഇഷ്ടമായില്ല. അവന്മാര് ഞാനും തമ്മിൽ തർക്കമായി. അത് കേട്ടുകൊണ്ട് അഭിഷേക് വന്നത്. അവനെ പ്രശ്നത്തിന്റെ സത്യാവസ്ഥ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ തൊഴിലാളികളുടെ വാക്കും കേട്ട് അവർക്കൊപ്പം ചേർന്ന് എന്നെ വഴക്ക് പറഞ്ഞു. എനിക്ക് ആ കമ്പനിയിൽ ജോലി ചെയ്യാനുള്ള യോഗ്യത ഇല്ലാന്ന്. അഞ്ജിത മുതലാളിയുടെ മകന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് അവിടെ ജോലി കിട്ടിയതെന്ന് പറഞ്ഞ് ആ തൊഴിലാളികൾ എന്നെ പരിഹസിച്ചു. അപ്പോഴും അഭിഷേകില്ലേ, അവർക്കെതിരെ ഒന്നും പ്രതികരിച്ചില്ല. ഇതെനിക്ക് വല്ലാത്ത അപമാനം തന്നെ അമ്മേ. അല്ല, ആ തൊഴിലാളികൾ പറഞ്ഞത് ഒരു കണക്കിന് ശരിയാണല്ലോ. അഞ്ജിത പൊന്നാനന്തോട്ടത്തിലെ മരുമകളായതുകൊണ്ടാണല്ലോ അനീഷേട്ടന് ഈ ജോലി കിട്ടിയത്. മഞ്ജു, ദേ നീ അവരെ പോലാണോ എന്നോട് സംസാരിക്കുന്നത്? ആണോന്ന്? അല്ല അനീഷേട്ട. മഞ്ജു നിർത്ത്. നീ എന്താ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നോക്കുകയാണോ? ഒരാൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോ അയാളുടെ ദേഷ്യം കൂട്ടാനാണോ നീ നോക്കുന്നേ? എടാ, അഞ്ജിത അവിടുത്തെ മരുമകളായതുകൊണ്ടാ നിനക്ക് ആ കമ്പനിയിലെ ജോലി കിട്ടിയതെന്നല്ലേ തൊഴിലാളികൾ പറഞ്ഞത്? അതെ, അങ്ങനെ തന്നെയാ പറഞ്ഞത്. തൊഴിലാളികൾ നിന്നെ ഈ വിധത്തിൽ തരം താഴ്ത്തി സംസാരിച്ച വിവരം നീ അഭിഷേകിനോട് പറഞ്ഞോ? ഇല്ലെങ്കിൽ അവനത് കേട്ടോ? അത് അഭിഷേക് കേട്ടില്ല. അത് നീ എന്താ അവനോട് പറയാത്തെ? പറഞ്ഞിരുന്നെങ്കിൽ നിന്നെ അപമാനിച്ച തൊഴിലാളികളെ അഭിഷേക് അപ്പൊ തന്നെ പിരിച്ചുവിട്ടേനെ. അതിന് ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കാതെ തൊഴിലാളികളുടെ ഒപ്പം ചേർന്ന് അഭിഷേകിനെ വഴക്ക് പറയായിരുന്നല്ലോ. തൊഴിലാളികളെ കുടുംബാംഗങ്ങളെ പോലെ കാണണമെന്നും പറഞ്ഞ് അഭിഷേക് എന്നെ കൊണ്ട് അവരോട് മാപ്പ് പറയിപ്പിക്കാൻ ശ്രമിച്ചു. ഇനി പറ, ഞാൻ ചെയ്ത് തെറ്റാണോ? അനീഷേ, ഇനി നീ ആ കമ്പനിയിൽ എന്തൊക്കെ തെറ്റ് ചെയ്താലും ശരി തന്നെ നിന്നെ അഭിഷേക് തൊഴിലാളികളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചത് ശരിയായില്ല. നിന്നെ അപമാനിച്ചത് എന്നെ അപമാനിച്ചതിന് തുല്യ. ഞാൻ അഞ്ജിതയെ വിളിക്കട്ടെ. അവളെ കൊണ്ട് അഭിഷേകിന് ഞാനൊരു പാഠം പഠിപ്പിക്കും. അതൊക്കെ വേണോ അമ്മേ? വേണം. അഞ്ജിത എന്ത് ചെയ്യാനാ? അവക്കവിടെ യാതൊരു വിലയില്ല. അവള് വിചാരിച്ചാ അവിടെ ഒരു ചുക്ക് സംഭവിക്കാനും പോകുന്നില്ല. ഹലോ അമ്മേ, പറയമ്മേ. എടി, നീ കാര്യങ്ങൾ വല്ലതും അറിഞ്ഞോ? എന്ത് കാര്യം? നിന്റെ ഭർത്താവ് അഭിഷേക് കമ്പനിയിൽ തൊഴിലാളികളുടെ മുന്നിൽ വെച്ച് അനീഷിനെ അപമാനിച്ചു. അമ്മ എന്താ പറഞ്ഞ? ഞാൻ പറയാം. ഇതൊക്കെയാ അവിടെ നടന്നത്. നീ പറ, അഭിഷേക് അനീഷിനെ അത്രയും പേരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയത് ശരിയാണോ? ശരിയല്ല. ഇതങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റൂല. നീ ഇത് അഭിഷേകിനോട് ചോദിക്കണം. ചോദിച്ചേ പറ്റുള്ളൂ. ഇല്ല, ഞാൻ ചോദിക്കില്ലമ്മേ. അതെന്താടി നിനക്ക് ചോദിച്ച? അമ്മേ, അഭിഷേകിന്റെ ഒരു ഓഫീസ് കാര്യത്തിലും ഞാൻ ഇടപെടാറില്ല. മാത്രമല്ല,
അനീഷേട്ടൻ ജോലിക്ക് കയറിയത് എന്നോട് ചോദിച്ചിട്ടാണോ? അല്ലല്ലോ. അതുകൊണ്ട് ഇതൊന്നും എന്നോട് പറയേണ്ട കാര്യമല്ല. അവിടെ നിന്ന് കിട്ടുന്നത് എന്താന്ന് വെച്ചാ വാങ്ങിച്ചോ. മാത്രമല്ല, എനിക്കിവിടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിനിടയിൽ അനീഷേന്റെ പ്രശ്നം കൈകാര്യം ചെയ്യാൻ എനിക്ക് സൗകര്യമില്ല. അഞ്ജു, അഞ്ജിത എന്താ പറഞ്ഞേ? എന്റെ മോള് ഇന്ന് വരെ എന്നോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. ഇതെല്ലാം ആ ദേവികയുടെ കുറ്റവാ. എന്തിനാ വെറുതെ ദേവികയെ കുറ്റം പറയുന്നേ? ദേവിക കാരണമല്ലേ അനീഷേട്ടൻ ആ കമ്പനി ജോലി കിട്ടിയത്. അത് മറക്കരുത്. ഒരു ദേവിക, അവള് കാരണം ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ. അഞ്ജിത എന്നോട് ഇങ്ങനെയൊന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ല. ദേവികയായിരിക്കും അവളെ ക്ലാസ് കൊടുത്ത് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചത്. ദേവികയെ പുറത്താക്കി എൻ്റെ മോളെ അവിടുത്തെ റാണിയാക്കണം. ഈ സുലോചന അത് നടത്തിയിരിക്കും.